ഈ വീഡിയോയിൽ നോക്കുന്നത് ഡെവലപ്മെൻറ്റ്സ് ഇൻ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ അത് നോക്കുന്ന മുൻപ് നമുക്ക് എന്താണ് ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് നമുക്ക് അറിയണം. അപ്പം ഇൻ്റർനെറ്റ് ഈസ് മെഷേർഡ് ബൈ ദിസ് കപ്പാസിറ്റി ഓഫ് കേബിൾസ് ടു ക്യാരി ഇൻഫർമേഷൻ ബിറ്റ്സ് ടു യൂസേഴ്സ്. ഇൻ്റർനെറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത്? ഇൻഫർമേഷൻ ക്യാരി ചെയ്യാനുള്ള അതിൻ്റെ കേബിളിൻ്റെത് നോക്കിയിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് നമ്മളെപ്പോഴും എന്താ ചെയ്യുക, മെഷർ ചെയ്യുക. ഇൻ്റർനെറ്റ് ഈസ് മെഷേർഡ് ബൈ ദിസ് കപ്പാസിറ്റി ഓഫ് കേബിൾസ് ടു ക്യാരി ഇൻഫർമേഷൻ ബിറ്റ്സ് ടു യൂസേഴ്സ്. അതായത് യൂസേഴ്സിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ എത്രത്തോളം സ്പീഡിലെത്തുന്നു എന്നുള്ള ആ ഒരു ഇത് നോക്കിയിട്ടാണ് ഇൻ്റർനെറ്റ് നമ്മൾ മെഷർ ചെയ്യുക. ദിസ് ക്യാരിയിങ് കപ്പാസിറ്റി ഈസ് കോൾഡ് ബാൻഡ് വിഡ്ത്ത്. ആ ക്യാരിയിങ് കപ്പാസിറ്റിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റ് കേബിൾ വഴി യൂസേഴ്സിൻ്റെ അടുത്തേക്ക് ക്യാരി ചെയ്യുന്ന ആ കേബിൾസില്ല, അതിനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി. ആ ക്യാരിയിങ് കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാം. The term bandwidth refers to the amount of information that can be passed through a communication channel in a given amount of time. That is the capacity of that channel. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം ഇൻഫർമേഷൻ ആണ് ആ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുക. അതാണ് ആ ചാനലിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത്. അപ്പം എത്രത്തോളം ഇൻഫർമേഷനെയാണ് ആ ചാനൽ വഴി ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ക്യാരി ചെയ്യാൻ പറ്റുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബാൻഡ്വിഡ്ത്ത് അല്ലെങ്കിൽ ചാനലിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയും. ഇറ്റ് ഈസ് ഓഫൺ എക്സ്പ്രസ്ഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ് ഓർ ആൾട്ടർനേറ്റീവ്ലി ബൈറ്റ്സ് പെർ സെക്കൻഡ്. ഇത് ഒരു സെക്കൻഡിൽ ബൈറ്റ്സ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുകയെന്ന് വെച്ചാൽ ബൈറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ബിറ്റ്സും ആയിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുക. പെർ സെക്കൻഡ് ബേസിലാണ് നമ്മളത് മെഷർ ചെയ്യുക. അതർ കോമൺലി യൂസ്ഡ് ലാർജർ യൂണിറ്റ്സ് ആർ കിലോബൈറ്റ്സ് പെർ സെക്കൻഡ്, മെഗാബൈറ്റ്സ് പെർ സെക്കൻഡ്, ജിഗാബൈറ്റ്സ് പെർ സെക്കൻഡ്. യൂഷ്വലി നമ്മൾ ബൈറ്റ്സ് പെർ സെക്കൻഡിലാണ് നോക്കുക. പിന്നെ നമ്മൾ കോമൺലി നമുക്ക് വേണമെങ്കിൽ എന്താ ജിഗാബൈറ്റ്സ് പെർ സെക്കൻഡ്, അതേപോലെ മെഗാബൈറ്റ്സ് പെർ സെക്കൻഡ്, അങ്ങനെ നമ്മൾ നോക്കും. Big organizations like companies and universities connect directly to internet with dedicated leased lines. These lines allow large number of users to access information simultaneously. However, domestic users use internet through telephone line. അതായത് ബിഗ് കമ്പനീസ്, ബിഗ് ഓർഗനൈസേഷൻസ്, കമ്പനി, യൂണിവേഴ്സിറ്റീസ്, അവരൊക്കെ എന്താ ചെയ്യാം, ഡയറക്റ്റായിട്ട് ഇൻ്റർനെറ്റ് ലീസ്റ്റ് ലൈൻ വഴി എടുക്കുകയാണ് ചെയ്യുക, ഡയറക്റ്റായിട്ട് എടുക്കും. പക്ഷേ ഈ ഡൊമസ്റ്റിക് യൂസേഴ്സും ഇൻ്റർനെറ്റ് ഇങ്ങനെ എടുക്കുക, ടെലിഫോൺ ലൈൻ വഴിയായിട്ടാണ് എടുക്കുക. ബ്രോഡ്ബാൻഡ് ഈസ് എ കോമൺ ടേം യൂസ്ഡ് ഫോർ വെരി ഫാസ്റ്റ് കണക്ഷൻ ടു ഇൻ്റർനെറ്റ്. ബ്രോഡ്ബാൻഡ് വന്ന ശേഷമാണ് ഇൻ്റർനെറ്റ് നല്ല ഫാസ്റ്റായിട്ട് എല്ലാവർക്കും ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ നല്ല ഫാസ്റ്റായിട്ട് അവൈലബിൾ ആവും കിട്ടിയാൻ തുടങ്ങിയത്. Generally, the term broadband refers to a high-speed internet transmission, usually 256 kbps and above, featuring a permanent connection. അതായത് ബ്രോഡ്ബാൻഡ് വഴി നമുക്ക് ഹൈ സ്പീഡിൽ ഇൻ്റർനെറ്റ് കിട്ടും. അതിൻ്റെ സ്പീഡ് എന്ന് വെച്ചാൽ ഏകദേശം 256 kbps എബോവ്, അത്രയും സ്പീഡിൽ നമുക്ക് ഇൻ്റർനെറ്റ് അവൈലബിളായി കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. It allows the users to download online entertainment such as video clips, music, listen to digital radio, and send email much faster. ഈ ബ്രോഡ്ബാൻഡ് നമ്മൾ എന്താ പറയുക, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, കൂടാതെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് റേഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ സ്പീഡായിട്ട് മെയിൽ അയക്കാൻ, അങ്ങനെ പല സഹായങ്ങളും ബ്രോഡ്ബാൻഡ് വന്ന വഴി നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇൻ്റർനെറ്റ് നല്ല സ്പീഡായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമുക്ക് സ്പീഡിൽ ഇൻ്റർനെറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലായി ബ്രോഡ്ബാൻഡ് വന്ന ശേഷം നമുക്ക് വീഡിയോസ്, ഫിലിംസ്, അങ്ങനെ എല്ലാ കാര്യം നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സ്പീഡിൽ ഡൗൺലോഡ് ചെയ്യാം. ഒരു ഹാങ്ങിങ് ഒന്നുമില്ല, സ്പീഡിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ലോഡിങ്ങേ ഇല്ലാതെ സ്പീഡിൽ നമുക്കൊക്കെ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ റേഡിയോയിൽ എന്തെങ്കിലും കേൾക്കണമെങ്കിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ലോണം നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ഒരു ലോഡിങ്ങോ കാര്യങ്ങളോ ലാഗോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പറ്റാൻ തുടങ്ങി. അപ്പോൾ ബ്രോഡ്ബാൻഡ് സർവീസ് ക്യാൻ ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ അപ് ടു 40 times the speed of a dial-up modem connection. As the connection is always on, user did not need to dial up every time they want to log on. അതായത് നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്ത ഡയലപ്പ് മോഡം ഉണ്ടല്ലോ, അതിനേക്കാൾ 40 times കൂടുതൽ സ്പീഡ് ഏതിനുണ്ട്, നമ്മുടെ ബ്രോഡ്ബാൻഡിനുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാക്കും, ബ്രോഡ്ബാൻഡ് ഓൺ ആക്കി വെക്കാം. ഓരോ പ്രാവശ്യം ഡയലപ്പ് പോലെ ഓരോ പ്രാവശ്യം ഇത് ഓണാക്കി കളിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും അത് ഓൺ ചെയ്തിടാം. എന്നിട്ട് സാധാ ഒരു ഡയലപ്പ് കണക്ഷനേക്കാളും 40
ടൈം സ്പീഡ് കൂടുതൽ. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ സ്പീഡ് ചെയ്ത് നമുക്ക് ടൈം നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നതിനുള്ള ഡിലേ ആകുമ്പോൾ നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലോഡിങ് ആണെങ്കിൽ നമ്മളെ ടൈമൊക്കെ പോകില്ലേ. അപ്പോൾ നല്ല സ്പീഡ് നമുക്ക് കിട്ടും. നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാം. നമുക്ക് സ്പീഡിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കൊന്ന് കേൾക്കണേ സ്പീഡ് ഒരു ലാഗിങ് ഒന്നും ഇല്ലാതെ നമുക്ക് കേൾക്കാം. മെയിലൊക്കെ സ്പീഡായിട്ട് അയക്കുക. അപ്പോൾ നല്ല ഭയങ്കര ഫാസ്റ്റായിട്ട് ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രോഡ്ബാൻഡ് സഹായിച്ചു. The most common type of broadband access is an upgraded home telephone line called ADSL. ADSL എന്ന് വെച്ചാൽ asymmetric digital subscriber line. ADSL is always connected, so need not be dialed up each time, and we can make phone calls on the same line while it is being used. നമുക്കൊക്കെ അറിയാം, നമുക്ക് ഫോൺ വഴി നമുക്ക് ടെലിഫോൺ ലൈൻ വഴി നമുക്ക് എന്താ വൈഫൈ കണക്ഷൻ നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പം അതാവുമ്പോൾ എന്താണ്, നമ്മളെ ടെലിഫോൺ ലൈൻ വഴി നമ്മൾ വൈഫൈ എടുത്തു കഴിഞ്ഞാൽ, ബ്രോഡ്ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഓൾറെഡി നമുക്ക് ആ ലൈൻ കൂടി തന്നെ നമുക്ക് ഫോൺ വിളിക്കാം. അത് വെച്ചിട്ട് നമ്മൾ ടെലിഫോൺ ലൈൻ കണക്ഷൻ കട്ടാവില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ആ വഴി ഫോണും വിളിക്കാം, കൂടാതെ എന്താക്കുക ഇൻ്റർനെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നല്ല സ്പീഡിൽ നെറ്റ് കിട്ടുകയും ചെയ്യും. Broadband is the revolutioning online activities in all areas like business, entertainment and public services. Broadband എല്ലാ ആക്ടിവിറ്റീസിലും ഭയങ്കര റവല്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഓൺലൈൻ ആക്ടിവിറ്റീസിൽ, അതിൽ ബിസിനസ്സുകാർക്കായാലും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഫിലിം കാണാനാണെങ്കിലും ഡൗൺലോഡ് ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ പബ്ലിക് സർവീസിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഒരു ഹെൽപ്പ് ചെയ്തൊരു ഇൻ്റർനെറ്റ് സ്പീഡ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതാണ് ബ്രോഡ്ബാൻഡ്. Faster speeds of up to 160 times a dial-up connection will bring about new services including internet, TV and video on demand across the home, business and public life. അതായത് ഈ ബ്രോഡ്ബാൻഡ് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞത്, സ്പീഡ് 160 ടൈം ഡയലപ്പ് കണക്ഷനേക്കാളും 160 ടൈംസ് സ്പീഡും ന്യൂ സർവീസസ് ആയിട്ടുള്ള നമുക്ക് എന്താക്കാം ഇൻ്റർനെറ്റ് വഴി TV നമുക്കറിയാം. ഇപ്പം കേബിൾ വഴി നമുക്ക് കേരള വിഷൻ വഴിയൊക്കെ ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഓൾറെഡി നമുക്ക് കേബിൾ വഴി നമുക്ക് TVയും കിട്ടും, കൂടാതെ നമുക്ക് എന്താക്കാം ഇൻ്റർനെറ്റും കിട്ടും. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പം അത് പിന്നെ അതേപോലെ തന്നെ എന്താണ് ഹോമിലും പബ്ലിക് ലൈഫിലൊക്കെ ഒരുപോലെ ഈ ബ്രോഡ്ബാൻഡ് വന്ന ശേഷം അത് ഒരുപോലെ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റിന് ഒരുപാട് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുവഴി സ്പീഡ് നമുക്ക് ഒന്നാമത് നമ്മൾ എന്താണ് ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും കാര്യം നോക്കാത്ത ഭയങ്കര ഡിലേ ആണ്. അപ്പോൾ നമ്മളുള്ള ടൈമും കൂടെ പോകുന്ന വെച്ചിട്ട് നമ്മൾ നോക്കാൻ പോകില്ല അല്ലേ. പക്ഷെ നല്ല സ്പീഡിൽ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാവരും നോക്കും. ഒരു ഫിലിം ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ സ്പീഡിൽ കിട്ടുക, നമ്മളെന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ സ്പീഡിൽ കിട്ടുക, അങ്ങനെ എല്ലാം സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിനെ സഹായിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത്, ഡെവലപ്മെൻറ്റ് ഇൻ ട്രാൻസ്മിഷൻ്റെ ഒരു ചെറിയൊരു ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ട്രാൻസ്മിഷൻ്റെ അത് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇപ്പം നമുക്കിനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അതിൻ്റെ എങ്ങനെയാണ് അറൈവൽ വന്നത്, അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് എങ്ങനെയാണ് ഡെവലപ്പായി വന്നത്, നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മൊത്തത്തിലുള്ളതാണ് പറഞ്ഞത്. ISDN അപ്പോൾ എന്താ നമുക്ക് നോക്കാം. prior to the arrival of DSL there were not many high-speed solutions for the home or office. One of such is ISDN. അതായത് ISDN എന്ന് വെച്ചാൽ ഇൻ്റർഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. വിച്ച് ഈസ് എ ഡയൽ-അപ്പ് സിമെട്രിക് സർവീസ് വിച്ച് അലൗസ് സ്പീഡ് ഫ്രം 64 kbs to 128 kbs. Dedicated ISDN lines can reach up to 256 kbps. The problem with ISDN is that it is highly expensive, especially in light of current broadband pricing today. It is not faster also. അപ്പം നമ്മൾ പറയുന്നത് DSLൻ്റെ കണ്ടുപിടുത്തത്തിന് മുൻപ്, അതായത് DSLൻ്റെ അറൈവലിന് മുൻപ് ഹൈ സ്പീഡായിട്ടുള്ള സൊല്യൂഷനൊന്നും ഹോമിലും ഓഫീസിലും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനൊരു സിറ്റുവേഷനിലാണ് ISDN അതായത് ഇൻ്റർഗ്രേറ്റഡ് സർവീസസ് ഡയലപ്പ് നെറ്റ്വർക്ക് ഡിജിറ്റൽ നെറ്റ്വർക്ക് വന്നത്. ഇത് എന്താ നമുക്ക് നല്ല സ്പീഡ് കിട്ടിയിരുന്നു. അതായത് 64 kbs to 128 kbs ആയിരുന്നു അതിൻ്റെ സ്പീഡ്. അപ്പം ആദ്യം ഒട്ടും സ്പീഡ് ഇല്ലാത്തതിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത് നല്ല സ്പീഡായിട്ട് ആണല്ലേ. പക്ഷേ ഇത് എന്താണ് പറയുന്നത്, ഇതിൻ്റെ മെയിൻ പ്രോബ്ലം വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ കറൻറ്റായിട്ടുള്ള ബ്രോഡ്ബാൻഡ് ഇല്ലേ, ആ ബ്രോഡ്ബാൻഡിനെ വെച്ച് നോക്കുമ്പം ISDN ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ അതേപോലെ ബ്രോഡ്ബാൻഡിനെ കമ്പയർ ചെയ്യുമ്പം ഇതിന് എന്താ ഒട്ടും സ്പീഡും ഇല്ല കേട്ടോ, ഫാസ്റ്റും ഇല്ല. പക്ഷേ
നമ്മൾ ആദ്യം എന്താ പറയുന്നത് DSLൻ്റെ അറൈവലിന് മുൻപ് ഒട്ടും സ്പീഡില്ലാത്ത സമയമായിരുന്നു. അതായത് ഓഫീസിലാണെങ്കിലും ഹോമിലാണെങ്കിലും തീരെ സ്പീഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ISDN വന്നപ്പം എന്താണ് നിലവിലുള്ള സാഹചര്യം ഡയലപ്പ് സർവീസിനേക്കാളും കുറച്ചും കൂടെ സ്പീഡ് ഉണ്ടായിരുന്നു എന്തിന് ISDN. പക്ഷേ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ കറൻറ്റ് ബ്രോഡ്ബാൻഡ് അത്ര സ്പീഡും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ISDN അത്ര സക്സസ് ആവാൻ വേണ്ടി പറ്റിയില്ല അല്ലേ. ഭയങ്കര എക്സ്പെൻസീവ് ആകുമ്പോൾ ഹോമിലേക്കൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുമായിരിക്കെങ്കിലും ഇല്ല. അപ്പോൾ അത് അത്ര സക്സസ് ആയില്ല. നെക്സ്റ്റ് DSL. നമ്മൾ പറഞ്ഞ DSLൻ്റെ അറൈവലിന് മുൻപാണ് എന്തുണ്ടായിരുന്നത് നമ്മൾ ISDN ഉണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് അതിന് ശേഷം അതെന്താണ് DSL ആണ്. അപ്പോൾ DSL എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? DSLൻ്റെ ഫുൾ ഫോം എന്താണെന്ന്? ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനാണ് നമ്മൾ DSLന്ന് ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ എന്താ നോക്കാം. ദ ടെലിഫോൺ നെറ്റ്വർക്ക് were not originally meant to carry data at high speed. Instead, they were initially built up to carry an analog voice by converting voice into an electronic signal. A modem converts digital signals into analog audio signal that can be easily carried over a telephone line. The technical limitation of telephone lines are maximum speed they can carry a signal is around 56 kbs. ശരിക്കും ഈ ശരിക്കും ഈ DSL എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഹൈ സ്പീഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്? ഈ അനലോഗ് വോയിസിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ടെലിഫോൺ ലൈനിലോട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മോഡ് ഉപയോഗിച്ചിട്ട് അങ്ങനെയായിരുന്നു അത് ഫസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഫോൺ ലൈൻസിലൂടെ മാക്സിമം സ്പീഡ് 56 kbs ഇത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ടെലിഫോൺ ലൈനിലൂടെ അപ്പോൾ അത്ര സ്പീഡ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാരി ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശരിക്കും ടെലിഫോൺ ലൈൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടെലിഫോൺ നെറ്റ്വർക്ക് വേർ നോട്ട് ഒറിജിനലി മീൻ ടു കേരി ഡാറ്റ അറ്റ് ഹൈ സ്പീഡ്. ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ടെലിഫോണിൽ നമ്മൾ എന്താ ചെയ്യുക, അത് അനലോഗ് വോയിസിനെ അത് ഇലക്ട്രോണിക് വോയിസായി കൺവേർട്ട് ചെയ്തിട്ട് അതാണ് ടെലിഫോൺ ലൈൻ വഴി മെയിനായിട്ട് ക്യാരി ചെയ്യുക. അല്ലാണ്ട് ഹൈ സ്പീഡ് ഡാറ്റ കിട്ടാൻ വേണ്ടി ടെലിഫോൺ ലൈൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ മാക്സിമം എത്രയാണ് പറ്റിയെന്നുള്ളൂ ടെലിഫോൺ ലൈനിൽ 56 kbs പറ്റിയെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻ ഈ ടെലിഫോൺ ലൈനിൽ ഇത്ര സ്പീഡ് മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്തുകൊണ്ടാണ് എന്ത് വന്നത്? DSL വന്നത്. DSL എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനാണ് നമ്മൾ DSL എന്ന് പറയുക. അപ്പോൾ DSL ടെക്നോളജി സോൾവ് ദിസ് പ്രോബ്ലം ബൈ യൂസിങ് ദ ടെലിഫോൺ ലൈൻ ടു ക്യാരി ഡിജിറ്റൽ സിഗ്നൽസ് ഡയറക്റ്റ്ലി വിത്തൗട്ട് കൺവേർട്ടിങ് ദം ടു അനലോഗ് സിഗ്നൽ ഫസ്റ്റ്. അപ്പം ഇതിൽ മെയിൻ പ്രോബ്ലം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞത്? ഡിജിറ്റൽ സിഗ്നൽസിനെ എന്താക്കും, ആദ്യം അനലോഗ് സിഗ്നൽസായി കൺവേർട്ട് ചെയ്തിട്ടാണ് അത് ക്യാരി ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എന്താണ് DSLൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം അതെന്താണ് അങ്ങനെ കൺവേർട്ട് ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റി? അത് ദ പ്രോബ്ലം ബൈ യൂസിങ് ദ ടെലിഫോൺ ലൈൻ ടു ക്യാരി ഡിജിറ്റൽ സിഗ്നൽസ് ഡയറക്റ്റ്ലി വിത്തൗട്ട് കൺവേർട്ടിങ് ദം ടു അനലോഗ് സിഗ്നലിലേക്ക് മാറ്റാതെ ഡയറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് DSL സഹായിച്ചു. ADSL leaves the frequency spectrum between 0kHz and 4kHz free for our telephone services and uses 20kHz to 2.2 MHz for data transfer over the copper line. അതായത് in another words one phone line will suffice. അതായത് എന്തായാലും പറയുന്നത്, അപ്പം ഇതുവഴി എത്ര സ്പീഡ് വരെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞാൽ 0kHz ആൻഡ് എത്ര ബിറ്റ്വീൻ 0kHz ആൻഡ് 4kHz ഫ്രീ ഫോർ അവർ ടെലിഫോൺ സർവീസ് ആൻഡ് യൂസസ് 20kHz ടു 2.2 MHz ഫോർ ഡാറ്റ ട്രാൻസ്ഫർ ഓവർ കോപ്പർ ലൈൻ. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് 20kHz ടു 2.2 MHz വരെ ഡാറ്റ കോപ്പർ ലൈൻ വെച്ചാൽ ടെലിഫോൺ ലൈനിലൂടെ എന്താക്കാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ എന്താണ്, വൺ ഫോൺ ലൈൻ വിൽ സുഫൈസ്. അങ്ങനെ വെച്ചാൽ എന്താ, സുഫൈസ് എന്ന് വെച്ചാൽ എന്താ, അത് മതി എന്നാണ് അർത്ഥം. അതായത് ഒരു ഫോൺ ലൈൻ തന്നെ മതി എന്താണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് കോളിങ്ങിനും കൂടി രണ്ടിനും കൂടെ എന്താണ് ഒരു ടെലിഫോൺ ലൈൻ കൊണ്ട് പറ്റും.
there are many types of DSL, but the most readily available to consumers and small business is asymmetric digital subscriber line, അതായത് ADSL. അതായത് കുറേ DSL ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള കൺസ്യൂമേഴ്സിനും സ്മോൾ ബിസിനസ്സിനും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള DSL ഏതാണെന്ന് വെച്ചാൽ ADSL ആണ്, അസമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. അസമെട്രിക് term means the service has much higher downstream bandwidth speed than upstream bandwidth extreme bandwidth. Downstream refers to a transmission from a network to user and upstream is the other direction. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ADSL ആകുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞത്, അസമെട്രിക് ADSL എന്ന് പറഞ്ഞാൽ അസമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനാണെന്ന് പറഞ്ഞത്. അപ്പോൾ അസമെട്രിക് എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞത്, ഇവിടെ ഡൗൺ സ്ട്രീം ബാൻഡ് വിഡ്ത്താണ് കൂടുതൽ എന്തിനേക്കാളും അപ്സ്ട്രീമിനേക്കാളും. ഡൗൺ സ്ട്രീം എന്ന് വെച്ചാൽ എന്താണ്, നെറ്റ്വർക്കിൽ നിന്ന് യൂസറിലേക്കുള്ള ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സ്പീഡാണ് എന്താണ് മറ്റേ അപ്സ്ട്രീമിനേക്കാളും കൂടുതൽ. അപ്പോൾ അപ്സ്ട്രീം എന്തായിരിക്കും, യൂസറിന് നെറ്റ്വർക്കിലേക്കുള്ള ഇതിനേക്കാളും നമ്മളെന്തെങ്കിലും കാര്യം കൊറീസൊക്കെ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താണ് സ്പീഡിൽ തന്നെ നമുക്ക് അതിനുള്ള റിപ്ലൈ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഡൗൺ സ്ട്രീം ബാൻഡ് വിഡ്ത്താണ്, ബൗണ്ട് സ്പീഡാണ് കൂടുതൽ ഇതിനേക്കാളും അപ്സ്ട്രീം ബാൻഡ് വിഡ്ത്തിനേക്കാളെന്ന് പറഞ്ഞത്. ഇത്രയാണ് മെയിനായിട്ട് DSL പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ADSL എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ADSL എന്താണെന്ന് ഫുൾ ഫോം നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണത്, അസമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനാണ് നമ്മൾ ADSL എന്ന് പറയുന്നത്. അപ്പം ADSL ഈസ് ആഡഡ് ടു ആൻ എക്സിസ്റ്റിംഗ് അനലോഗ് ഫോൺ ലൈൻ ഇൻ ദ സെയിം വേ services such as call waiting are added to the existing phone service in conjunction with the special modem. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കോളിലാണെങ്കിൽ വേറൊരു കോൾ നമുക്ക് കോൾ വെയിറ്റിംഗ് ആക്കി വെക്കാൻ പറ്റൂലേ. നമ്മളിപ്പോൾ ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു കോൾ എന്താ വെയിറ്റിങ്ങിൽ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെന്താണ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു സർവീസ് ആഡ് ചെയ്യുക. അപ്പോൾ അതേ ഒരു പോലെ തന്നെ എന്താണ് നമുക്ക് എന്താക്കാം, ടെലിഫോൺ ലൈനിലൂടെ നമുക്ക് ADSL വെച്ച് നമുക്ക് ഡാറ്റ കൂടെ നമുക്ക് ആ കൂടുതൽ കിട്ടും. അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ മോഡത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. The modem plugs into our computer through either the Ethernet or USB connection depending on the type of modem, and in the case of connecting to Ethernet a network card will be required. നമ്മൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ടെലിഫോൺ ലൈനിലൂടെ നമുക്ക് എന്താക്കാം, ഒരു മോഡത്തിൻ്റെ സഹായത്തിലൂടെ നമുക്ക് എന്താക്കും ഇൻ്റർനെറ്റും കൂടെ കിട്ടും. എന്താണ് അപ്പം അത് തന്നെയാണ് നമ്മൾ ADSL എന്ന് പറയുന്നത്. ADSL ആകുമ്പോൾ എന്താണ് എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈനിലൂടെ തന്നെ നമുക്ക് എന്തും കൂടെ കിട്ടും, കോളിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തും കൂടെ കിട്ടും, നമുക്ക് ഇൻ്റർനെറ്റും കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ട് എന്ത് മാത്രമേ ഒരു മോഡത്തിൻ്റെ സഹായം മാത്രം മതി. അപ്പോൾ ആ മോഡം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ USB വഴി ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എതർനെറ്റ് യൂസ് ചെയ്യുക. ഇപ്പോൾ എതർനെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലുണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്ക് കാർഡ് കൂടെ അഡീഷണൽ വേണം. USB ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. For an ADSL connection to work, our phone needs to be connected directly to the phone exchange by a copper wire connection, and our connection should be near to the exchange. The telephone companies need to install special equipment at telephone exchange to handle ADSL connections. അതായത് നമുക്ക് ADSL കണക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോൺ എന്താക്കണം, ഡയറക്റ്റ്ലി നമ്മൾ എന്താക്കണം എക്സ്ചേഞ്ചുമായിട്ടുള്ള കോപ്പർ വയറിൽ അതിൽ നമ്മൾ കണക്ട് ചെയ്യണം. അതായത് നമ്മൾക്ക് പണ്ടത്തെ ബില്ലടിക്കുന്ന ഫോണില്ലേ, അങ്ങനത്തെ ഫോണിലെ ലൈനുമായിട്ട് നമ്മൾ എന്താക്കണം, ഇപ്പോഴത്തെ മൊബൈൽ ഫോണല്ല, നമ്മളെ ലാൻഡ് ലൈൻ കണക്ഷനുമായിട്ട് നമ്മൾ എന്താക്കണം, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടെലിഫോൺ എക്സ്ചേഞ്ചുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ കണക്ഷൻ എക്സ്ചേഞ്ച് നമ്മൾ നിയർ ആയിരിക്കണം. അപ്പോൾ എന്താണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കും ADSL കണക്ഷൻ വർക്കൗട്ട് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ടെലിഫോൺ കമ്പനീസ് അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് എന്താക്കും, ടെലിഫോൺ എക്സ്ചേഞ്ചിൽ എന്താക്കും ഇൻസ്റ്റാൾ ചെയ്യും. ടെലിഫോൺ കമ്പനീസ് നീഡ് ടു ഇൻസ്റ്റാൾ എ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് അറ്റ് ടെലിഫോൺ എക്സ്ചേഞ്ച് ടു ഹാൻഡിൽ ADSL കണക്ഷൻ കണക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാൾ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, പഴയ BSNL ഫോണൊക്കെ അല്ലേ നമ്മൾ വീട്ടിലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണായി ലാൻഡ് ലൈൻ കണക്ഷൻ. അപ്പോൾ അങ്ങനത്തെ കണക്ഷൻ ഫോൺ വേണം, എന്നാലേ നമുക്ക് ആ ടെലിഫോൺ ലൈൻ എക്സ്ചേഞ്ച് വഴി നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മന്തിൽ ബില്ല് വരുമ്പം ഈ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ബില്ലും കൂടെ അടക്കമാണ് നമുക്ക് വരിക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ADSL ഈസ് യൂഷ്വലി അവൈലബിൾ ടു കസ്റ്റമേഴ്സ് ഇൻ ദ ഫോളോയിങ് റേഞ്ച് ഓഫ് സ്പീഡ്. അപ്പോൾ ADSL സ്പീഡാണ് പറയുന്നത് 256 kbs ഡൗൺ സ്ട്രീം ആൻഡ് 64 kbs അപ്പ് സ്ട്രീം. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്പീഡ്. പിന്നെ 512 kbs ഡൗൺ സ്ട്രീം to 128 kbs upstream and 1500 kbs downstream to 256 kbs upstream. അത് ഓരോ പാക്കേജ് അനുസരിച്ചിട്ട് എന്താക്കും, ഒരു റേഞ്ച് അനുസരിച്ചിട്ട് സ്പീഡ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ
റേഞ്ച് വരുന്നത്. അപ്പം ADSL എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ പണ്ടത്തെ ടെലിഫോൺ ലൈനൊക്കെ അല്ലേ, നമ്മൾ പണ്ട് ഫോൺ വിളിക്കുന്ന ടെലിഫോൺ ലൈൻസൊക്കെ അല്ലേ, പണ്ടത്തെ ലാൻഡ് ലൈൻ കണക്ഷൻ, ടെലിഫോൺ എക്സ്ചേഞ്ച് വല്ല BSL കണക്ഷനൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ കോപ്പർ ലൈനുമായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ എന്താക്കുക, നമ്മളെ ഫോൺ ലൈൻ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കൂടുതൽ ഇൻ്റർനെറ്റും കൂടെ കിട്ടും. ലാസ്റ്റ് മന്ത്ലി പേയ്മെൻറ്റ് വരുമ്പോൾ ഇൻ്റർനെറ്റ് ചാർജ് അടക്കിയിരിക്കും പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ADSL ഉള്ളത്. നെക്സ്റ്റ് അതിന് ശേഷം വന്നതാണ് കേബിള്. അപ്പോൾ കേബിളിൽ എന്താണുള്ളത് നോക്കാം നമുക്ക്. കേബിൾ എന്താണ്? ദ ഫൈബർ നെറ്റ്വർക്ക് ദാറ്റ് ഗീവ്സ് കേബിൾ TV അറ്റ് ദ ഹോം ക്യാൻ ഓൾസോ ബി അവർ മീൻസ് ടു ഫാസ്റ്റ് ഇൻ്റർനെറ്റ് ആക്സസ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കേബിൾ TV കേരള വിഷൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കേബിളിൻ്റെ മന്ത്ലി പാക്കേജിൻ്റെ പുറമെ നമ്മൾ ഇൻ്റർനെറ്റും കൂടി ആകുമ്പോൾ നമുക്ക് എന്താക്കും, എക്സ്ട്രാ അതിൻ്റെ ചാർജും കൂടി വരും. നമുക്ക് മന്ത്ലി അതിൻ്റെ കൂടെ റെൻറ്റ് കൂടെ അടിച്ചാൽ മതി. കേരള വിഷനൊക്കെ അതിപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട് അല്ലേ, കേബിളിൻ്റെ കൂടെ എന്തും കൂടെ ഇൻ്റർനെറ്റും കൂടി ഉള്ള രീതിയിൽ. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. HFC എന്ന് വെച്ചാൽ ഹൈബ്രിഡ് ഫൈബർ കോയാക്സിൽ എന്നാണ് HFCൻ്റെ ഫുൾ ഫോം. HFC നെറ്റ്വർക്ക് ദാറ്റ് ആർ ബി യൂസ് ടു ക്യാരി കേബിൾ TV pitches are also capable of carrying data at ഹൈ റേറ്റ്സ്. അതായത് ഈ HFC കേബിൾ നെറ്റ്വർക്കാണ് നമുക്ക് മെയിനായിട്ട് കേബിൾ TVയിൽ പിക്ചേഴ്സ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ആ നെറ്റ്വർക്ക് എന്തും കൂടെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ നെറ്റ്വർക്ക് കൂടി, അതായത് TVയിൽ പിക്ചേഴ്സ് കിട്ടുന്ന കൂടെ എന്തും കൂടെ അത് ക്യാരി ചെയ്യാൻ പറ്റും. ഡാറ്റ ഹൈ റേറ്റ്സിൽ ഡാറ്റയും കൂടെ ക്യാരി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്. ഇപ്പോൾ കറൻറ്റ് cable TV signals does not take up all available bandwidth because these cable networks were designed to carry a digital TV signal rather than the current analog signal, and hence this spare bandwidth can also be used to carry internet data. അപ്പോൾ കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഇല്ല, അത് ഡിജിറ്റൽ TV ക്യാരി ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് നമ്മൾ എന്താക്കണം, അനലോഗ് സിഗ്നലും കൂടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കാൻ, ഇൻ്റർനെറ്റും കൂടി ഇതാക്കാം. അപ്പോൾ HCFC നെറ്റ്വർക്കാണ്. അപ്പോൾ എന്ത് ചെയ്യാം, പിക്ചർ ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിന് എന്തിനും കൂടെയുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിന് ഡാറ്റ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അധികം പേര് വീട്ടിലും കേരള വിഷൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവും അല്ലേ, കേബിളിൻ്റെ കൂടെ തന്നെ നമുക്ക് വൈഫൈ പോലെ ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സഹായം ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം ടെലിഫോൺ ലൈനിലൂടെ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേബിൾ നെറ്റ്വർക്കിലും കൂടി കിട്ടാൻ വേണ്ടി വന്നു. അതായത് നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസിഷനാണ്. അതായത് ഡാറ്റ ഇൻ്റർനെറ്റിൻ്റെ ഓരോ സ്റ്റേജായിട്ടുള്ള ആൾക്കാരിലേക്ക്, പീപ്പിൾസിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഡെവലപ്മെൻറ്റാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ എന്താ കേബിളിൻ്റെ ഇതിലും കൂടെ കിട്ടാൻ വേണ്ടി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അത് ജസ്റ്റ് നമ്മൾ കേബിളിൽ നമുക്ക് പിക്ചറും കാണാം, ആ കൂടെ തന്നെ എന്താക്കാം, ഇൻ്റർനെറ്റും യൂസ് ചെയ്യാം. മന്ത്ലി 75 പാക്കേജാണത് വരിക. നെക്സ്റ്റ് സാറ്റലൈറ്റ്. Satellite is often considered as an alternative to fixed line access such as cable or ADSL, but it has certain limitations and is yet to offer the same sort of data speeds. Despite that, satellite has succeeded in providing much faster and often more reliable internet service, particularly in rural and regional areas, than standard public system telephone network. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, സാറ്റലൈറ്റ് നമ്മളെന്താക്കാം, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ സാറ്റലൈറ്റ് വഴി നമുക്ക് എന്താക്കാം, ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് സാറ്റലൈറ്റ്. അപ്പോൾ സാറ്റലൈറ്റ് ഈസ് ഓഫൺ കൺസിഡേർഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു ഫിക്സഡ് ലൈൻ ആക്സസ് സച്ച് ആസ് കേബിൾ, ADSLും കേബിളും വഴി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സാറ്റലൈറ്റ് വഴി കിട്ടും. പക്ഷേ ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് എന്താണ്, ആൻഡ് ഈസ് അറ്റ് ഓഫർ ദ സെയിം സോർട്ട് ഓഫ് ഡാറ്റ സ്പീഡ്സ്. അതായത് ഡിസ്പൈറ്റ് ദാറ്റ് സാറ്റലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സക്സീഡിങ് മച്ച് ഫാസ്റ്റർ ആൻഡ് മോർ റിലയബിൾ ഇൻ്റർനെറ്റ് സർവീസ്. പെർട്ടിക്കുലർലി എവിടേക്കാണ് സാറ്റലൈറ്റ് മെയിനായിട്ട് കൊടുക്കുക, റൂറലും അതേപോലെ റീജിയണൽ ഏരിയാസിലുമാണ് ഇത് മെയിനായിട്ട് കൊടുക്കുക, ദാൻ സ്റ്റാൻഡേർഡ് പബ്ലിക് സിസ്റ്റം ടെലിഫോൺ നെറ്റ്വർക്ക്. സ്റ്റാൻഡേർഡ് പബ്ലിക് സിസ്റ്റം ടെലിഫോൺ നെറ്റ്വർക്ക് ഓഫർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് സർവീസ് സാറ്റലൈറ്റിന് ഏതൊക്കെ സ്ഥലത്ത് കൊടുക്കാൻ പറ്റും, റൂറലും അതേപോലെ റീജിയണൽ ഏരിയാസിലും സാറ്റലൈറ്റ് വഴി നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ എന്നിരുന്നാലും എന്താണ്, സാറ്റലൈറ്റിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നെക്സ്റ്റ് വയർലെസ് ആണ്. ഇപ്പോൾ വയർലെസ് ബ്രോഡ്ബാൻഡ് സർവീസസ് ആർ ഓൾസോ അവൈലബിൾ. ഇപ്പോൾ വയർലെസ് ബ്രോഡ്ബാൻഡ് സർവീസസും അവൈലബിൾ ആണ്. മോസ്റ്റ് widely deployed specification today is
802.11b, often called Wi-Fi. നമ്മളിതിന് എന്തെന്ന് പറയും? വൈഫൈ എന്ന് നമ്മൾ പറയും. വിച്ച് റൺസ് ഓൺ പബ്ലിക് 2.4 GHz spectrum and is capable of data speeds of up to 11 Mbps over a range of up to 150 m. This data only system utilizes a small base station connected to a wired network or the internet and transmit data wirelessly to multiple workstations, which can be desktop, laptops, and or even handheld PCs. അപ്പം ഇതിന് എത്ര സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2.4 GHz സ്പെക്ട്രം ഉണ്ട്. വൈഫൈവിന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലേ വൈഫൈ അല്ല, എല്ലായിടത്തും ഇപ്പോൾ വൈഫൈ ഉണ്ട്. വൈഫൈ ആണ് മോസ്റ്റ് കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും ഏത് ഷോപ്പിൽ പോയാലൊക്കെ നമ്മൾ പെട്ടെന്ന് വൈഫൈ പാസ്വേഡ് ഉണ്ടാക്കി വൈഫൈ കണക്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സ്പീഡ് 2.4 GHz സ്പെക്ട്രം ഉണ്ട്. അതേപോലെ തന്നെ നല്ല ഡാറ്റ സ്പീഡ്സ് എത്ര 11 Mbps ഓവർ റേഞ്ച് ഓഫ് അപ് ടു 150 m. 150 എന്ന് വെച്ചാൽ 150 മീറ്റർ വരെ റേഞ്ച് എന്താക്കാൻ പറ്റുന്നുണ്ട്, ഇതിന് കവർ ചെയ്യാൻ പറ്റും. അത്രയും റേഞ്ച് വരെ വൈഫൈ എന്താണ് അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. 150 മീറ്റർ വരെ ഉള്ളിൽ നമുക്ക് ഉള്ളിലുള്ള എല്ലാവർക്കും ആ വൈഫൈ എന്താക്കാൻ പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെന്താ വയർലെസ് ആണ്. അപ്പോൾ വയർലെസ്ലി ടു മൾട്ടിപ്പിൾ വർക്ക് സ്റ്റേഷൻസ്, അതായത് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, അങ്ങനെ ഒന്നിൽ കൂടുതൽ PCs, ഒന്നിൽ കൂടുതൽ സാധനങ്ങളിൽ ഒരേ സമയം എന്താക്കുക ഈ വൈഫൈ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. Each base station can service several users equipped with wireless receiver cards in their computer, and base stations can be overlapped to allow several hundreds of users to access the network or internet. അതായത് വയർലെസ്സിൻ്റെ വയറില്ലാതെ തന്നെ വയർലെസ് ആണ്. അപ്പോൾ വയർലെസ് ആയിട്ട് തന്നെ 100 ഓഫ് യൂസേഴ്സിന് ഒരേപോലെ ഇൻ്റർനെറ്റ് എന്താക്കാൻ പറ്റും, അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലേ. ഒരേ സമയത്ത് വയർലെസ് ആയിട്ട് ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സിന് എന്താക്കാൻ പറ്റും, ഇൻ്റർനെറ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അപ്പം നമുക്കറിയാം വയർലെസ് കണക്ഷനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് എന്ത് പറയുക വൈഫൈ എന്ന് പറയുന്നത്. അത് എന്താക്കുക ഹൺഡ്രഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന് ഒരേ സമയം അക്സസ് ചെയ്യാൻ പറ്റും. അത് 150 മീറ്റർ ദൂരം വരെ അതുള്ള എല്ലാവർക്കും കണക്റ്റഡായിട്ട് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത്രയാണ് ഡാറ്റ ട്രാൻസ്മിഷൻ്റെ ഒരു സ്റ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഡെവലപ്മെൻറ്റ്സ് ഇൻ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോരോ സ്റ്റേജ് വൈസ് നമ്മൾ പറഞ്ഞില്ലേ. ഫസ്റ്റ് എന്തെങ്കിലും ISDN ആയിരുന്നു, അത് ഇൻ്റർഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം അതിന് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു നമ്മൾ പറഞ്ഞു. അതേപോലെ നമ്മൾ മെറ്റിനെ വെച്ച് നോക്കുമ്പോൾ അതിനൊട്ടും സ്പീഡ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷമാണ് എന്ത് വന്നത്, DSL വന്നത്, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ വന്നത്. അത് മെറ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്പീഡായിരുന്നു ഇല്ലേ. അപ്പോൾ ടെലിഫോൺ സാധാ പണ്ടൊക്കെ ആദ്യം ടെലിഫോൺ ലൈനിലൂടെ എന്ത് മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുള്ളൂ, കോൾസ് മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ DSL വന്ന പ്രകാരം എന്താക്കി ആ ടെലിഫോൺ ലൈനിലുള്ള ആ പ്രോബ്ലം സോൾവ് ചെയ്തപ്പം ഡിജിറ്റൽ ഡാറ്റാസിന് ഡയറക്റ്റ്ലി എന്താക്കാൻ പറ്റും, അനലോഗായി മാറ്റാതെ തന്നെ ഡയറക്റ്റ് ആക്കാൻ പറ്റും. അവരുടെ ഡാറ്റ എന്താക്കാൻ പറ്റും, ഒരു ടെലിഫോൺ ലൈൻ തന്നെ മതിയായിരുന്നു. ആ ടെലിഫോൺ ലൈനിലൂടെ ഡാറ്റയും അതേപോലെ തന്നെ ഫോണും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റി. പിന്നെ DSL ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ് ADSL, അസമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനാണ് ADSL. അപ്പം അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തിരുന്നത്. അപ്പം അതിന് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നും വേണ്ടിയിരുന്നില്ല. അതിന് സ്മോൾ ബിസിനസ്സും കൺസ്യൂമേഴ്സൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ADSL ആയിരുന്നു. അപ്പം സാധാരണ ഫോൺ ലൈനിൽ നമ്മളൊരു സ്പെഷ്യൽ മോഡം ആഡ് ചെയ്താൽ മാത്രം മതി, ഒരു അഡീഷണൽ മോഡം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ മോഡം നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് പ്ലഗ് ചെയ്യും. അതിന് വേണ്ടി നമ്മൾ USB അല്ലെങ്കിൽ ഒരു എതർനെറ്റോ എന്തെങ്കിലും യൂസ് ചെയ്ത് എതർനെറ്റാണെങ്കിൽ ഒരു കാർഡ് വേണം. അപ്പം അതുവഴി നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർനെറ്റ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വന്നത്, കേബിൾ വന്നത്. കേബിൾ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഹോം ടി വിയിൽ നമ്മൾ ഓൾറെഡി പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും കേബിൾ വഴി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർനെറ്റും കൂടി കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ കേരള വിഷനൊക്കെ അതുണ്ട്. അപ്പോൾ നമ്മൾ കേബിൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ ഉണ്ടാവില്ല കേരള വിഷൻകാർക്ക്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഇൻ്റർനെറ്റ് ചാർജും കൂടി അഡീഷണലായിട്ട് നമ്മളൊരു എമൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് കേബിൾ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ്റലൈറ്റ് വന്നു. സാറ്റലൈറ്റ് പെർട്ടിക്കുലർലി വന്നത് എവിടെയാണ് അത് കൂടുതലായിട്ട് മോർ റിലയബിളായ ഇൻ്റർനെറ്റ് സർവീസ് പെർട്ടിക്കുലർലി റൂറലും റീജിയണൽ ഏരിയസിലും ആയിരുന്നു അത് മെയിനായിട്ട് അവൈലബിൾ ആയി കിട്ടിയിരുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട്
അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വയർലെസ് ആണ് നെക്സ്റ്റ്. അപ്പോൾ വയർലെസ് ആകുമ്പോൾ വൈഫൈനെ നമ്മൾ ഷോർട്ടായിട്ട് വൈഫൈ എന്നാണ് പറയുക. വൈഫൈ ആകുമ്പോൾ എന്താണ് വയർലെസ് ആണ്, അതുകൊണ്ട് തന്നെ 150 മീറ്റർ റേഞ്ച് വരെയുള്ള എല്ലാ ഒരു ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സിന് ഒന്നിച്ച് എന്താക്കാം, നമുക്ക് വയറിൻ്റെ സഹായം ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ എന്താക്കും ഇൻ്റർനെറ്റ് കിട്ടും. ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും PCസിലൊക്കെ ഒരുപോലെ എന്താണ് ഫോണിലൊക്കെ ഒരുപോലെ എന്താക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് ഇൻ്റർനെറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ഡെവലപ്മെൻറ്റ് ട്രാൻസ്മിഷൻ. ഇൻ്റർനെറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ട്രാൻസ്മിഷനിൽ പീപ്പിൾസിന് എടുത്തേക്കുള്ള ഇൻ്റർനെറ്റ് ഒരു ട്രാൻസ്മിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്.